ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 7.3 ആണ്. ഇപ്പോൾ +2 മാത്തമാറ്റിക്സിലെ ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്ന 7ാമത്തെ ചാപ്റ്ററിലെ 3ാമത്തെ എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുൻപ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് എക്സസൈസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് എന്താണ്, മെത്തഡ് ഓഫ് ഇൻറ്റഗ്രേഷനിലെ ഫസ്റ്റ് മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുന്നത്. അതായത് തന്നിട്ടുള്ള എന്താ പറയുക ഇൻറ്റഗ്രാൻറ്റിനെ നമ്മളെന്താണ് അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ടോ നോക്കിയിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്തു പോകുന്നതാണ്. ഇനി വരുന്നത് ഇൻറ്റഗ്രേഷൻ യൂസിങ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സെക്കൻഡ് മെത്തേഡാണ് ഈ ഒരു എക്സസൈസിൽ നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ എക്സസൈസ് ഫുള്ള് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അതിൽ തന്നെ നമ്മൾ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 2 വീഡിയോസ് ആയിട്ടാണ് അത് കിടക്കുന്നത്. അത് താല്പര്യമുള്ളവർ പോയിട്ട് കാണുക. അതല്ല വീഡിയോ കാണണ്ടെന്നുള്ളവർ അപ്പോൾ വീഡിയോ ആവശ്യമുള്ള ആളുകൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ എക്സസൈസിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനകത്തും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 24 ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് sin² 2x + 5 ആണ്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ 2x + 5 നമ്മൾ നോക്കണ്ട. നമ്മളിപ്പോൾ എന്താണ് sin² x എന്ന് കണ്ടാൽ മതി. ഇപ്പോൾ നമ്മുടെ ഇൻറ്റഗ്രാൻറ്റ് വരുന്നത് എന്താണ്, sin² x ആണ്. സോ sin² x എന്താണ്, നമ്മളതിനെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് അല്ലെങ്കിൽ ഈ ഒരു തന്നിട്ടുള്ള ഇൻറ്റഗ്രാൻറ്റിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതുക. എന്നിട്ട് വേണം ചെയ്തു പോകാൻ. അപ്പോൾ നമുക്ക് sin² x എന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ എന്താണ് 1 - cos² x എന്നാണ്. അപ്പോൾ നമുക്ക് cos² x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം. എന്താണ് അത് എന്തുട്ടാ 1 + cos 2x / 2 ആണ്. അപ്പോൾ അതിനകത്ത് എന്താണ് നമ്മൾ ഈ 1 - sin² x sin² x എന്ന് പറയുമ്പോൾ 1 - cos² x ആണ്. അതിനകത്ത് നമ്മളെന്താണ് നേരത്തെ പറഞ്ഞത് cos² x എന്താണ് 1 + cos 2x / 2 ആണ്. അത് പുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും, 1 - cos 2x / 2 എന്ന് കിട്ടും. അപ്പോൾ sin² x എന്ന് പറയുമ്പോൾ എന്താണ് അങ്ങനെ ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ തന്നിട്ടുള്ള ആരാണ്, sin² 2x + 5 ആണ്. അതിനങ്ങനെ തന്നെ എഴുതി. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, sin² x നമുക്ക് എന്തെന്ന് എഴുതാം, 1 - cos 2x / 2 എന്ന് എഴുതാം. അപ്പോൾ 2x എന്നുള്ളിടത്ത് നമുക്ക് എന്തെന്ന് എഴുതണം, ഈ 2x + 5 മൊത്തമായിട്ട് എഴുതുക. ഇനി ഇതിനെന്ത് ചെയ്യുക, ഇതിന് 1 - cos 2x അല്ലെങ്കിൽ 1 - cos 4x + 10 ആണിത്. അപ്പോൾ അതിനെ എന്താണ് 1/2 - cos 4x + 5/2 എന്ന് എഴുതാം. അല്ലെങ്കിൽ 1/2 മൊത്തമായിട്ട് പുറത്തെടുത്തിട്ട് integral 1 dx മൈനസ് ഓഫ് ഇൻറ്റഗ്രൽ cos 4x + 10 എന്ന് എഴുതാം dx. അപ്പോൾ ഇതിനകത്ത് ബ്രാക്കറ്റ് ഇടുക. അപ്പോൾ ഇവിടെ എന്താ വരിക, 1 dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x എന്ന് വരും. അപ്പോൾ x/2 മൈനസ് ഇനി കോസിൻ്റെ ഇൻറ്റഗ്രൽ എന്തുട്ടാണ്, സൈൻ ആണ്. അപ്പോൾ സൈൻ 4x + 10 / 4. ദെൻ നമ്മുടെ നേരത്തെ 1/2 കൂടി, അപ്പോൾ 8 ആവും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, x/2 മൈനസ് സൈൻ 4x + 10 / 8 പ്ലസ് എന്താണ് സി എന്നും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളെന്താണ് തന്നിട്ടുള്ള ഫംഗ്ഷനെ ചേഞ്ച് ചെയ്തത്. നമുക്ക് ഇപ്പോൾ sin² x ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം, അതിനെ 1 - cos 2x / 2 എന്ന് എഴുതിയിട്ട് പിന്നെ നമ്മളെന്ത് ചെയ്തു, ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യുക, തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് sin 3x × cos 4x. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ 2 ഫംഗ്ഷൻ, അതായത് സൈനിൻ്റെ ഒരു ഫംഗ്ഷനും ഉണ്ട്, ഇനി കോസിൻ്റെ ഒരു ഫംഗ്ഷനും കിടക്കുന്നുണ്ട്. നേരത്തെ നമുക്ക് sin² ആയിരുന്നു. അവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം sin x × sin x എന്ന് പറയും. ഇവിടെ ഒക്കെ sin x × cos x ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ തൊട്ട് മുൻപത്തെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്, ഏത് എക്സസൈസ് ചെയ്യുമ്പോൾ ഈ ടെക്സ്റ്റിന് മാത്രമല്ല മിക്കവാറും നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. എന്താണ് നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യത്തിൻ്റെ തൊട്ടടുത്ത് വരുന്ന എക്സസൈസ് എന്താണ്, നമ്മൾ ആ ഒരു സെക്ഷനിൽ പഠിക്കുന്ന അതേ കാര്യങ്ങളായിരിക്കും അവിടെ അപ്ലൈ ചെയ്യാനുണ്ടാവും. അത് ഈ
+1 മാത്സിൻ്റെ വീഡിയോസ് ചെയ്ത് തുടങ്ങിയ മുതൽ പറയുന്നതാണ്. ഓരോ സെക്ഷനും പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ആ സെക്ഷന് ശേഷമുള്ള എക്സസൈസ് നമ്മൾ ചെയ്ത് നോക്കാൻ. അപ്പോൾ അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്, റിക്കോൾ ദ ഐഡൻറ്റിറ്റി sin x ഇൻറ്റു കോസ് വൈ ഈസ് ഈക്വൽ ടു 1/2 sin x പ്ലസ് വൈ പ്ലസ് sin x മൈനസ് വൈ. അപ്പോൾ ഇത് നിങ്ങൾ എവിടെ നിന്ന് റീകോൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തേർഡ് ചാപ്റ്റർ +1 തേർഡ് ചാപ്റ്ററിൽ എടുക്കുന്നുണ്ട്. ഒരു 4 ഐഡൻറ്റിറ്റീസ് പഠിക്കാനുണ്ട്. അതാണ് ഇവിടെ ത്രൂ ഔട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളതാണ് cos 2x നമ്മൾ നേരത്തെ പറഞ്ഞു cos square x. ദെൻ പിന്നെ വരുന്നത് എന്താണ് sin 3x അല്ലെങ്കിൽ എന്താണ് sin cube x ഈസ് ഈക്വൽ ടു 3 sin x മൈനസ് sin 3x/4. അപ്പോൾ ഇങ്ങനെ ഒരു 3 ഫങ്ഷൻസ് അവർ തന്നിട്ടുണ്ട്. അത് റീകോൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്കറിയാം. അപ്പോൾ തേർഡ് ചാപ്റ്റർ നോക്കിയിട്ട് അറിയാത്ത ആളുകൾ അത് നോക്കുക, ഓർമ്മയുള്ള ആളുകൾ ചെയ്തു പോവുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ആരാണ്, സൈൻ ഇൻറ്റു കോസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഇതിനെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇൻറ്റഗ്രൻറ്റ് സൈൻ 3x കോസ് 4x dx. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ആരാണ്, സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ. അപ്പോൾ അതിൻ്റെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തെന്നാണ് 1/2 ഇൻറ്റു, അതായത് നമ്മൾ ആ ഒരു ചാപ്റ്റർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. ഒരു 4 ഫോർമുലാസ് പഠിക്കാനുണ്ട്. 2 sin x cos y എന്നായിരിക്കും ഉണ്ടാവുക, ഇസ് ഈക്വൽ ടു എന്തെന്നാണ് sin x പ്ലസ് വൈ പ്ലസ് sin x മൈനസ് വൈ. അപ്പോൾ ഇവിടെ ആ 2നെ, അതായത് 2 cos a cos b കോസ് ഇല്ല സൈനാണല്ലേ, 2 sin a cos b is equal to എന്തെന്നാണ് sin a പ്ലസ് ബി പ്ലസ് sin a മൈനസ് ബി. ഇതാണ്. അപ്പോൾ ഈ ഇവിടെയുള്ള 2 ആണ് ഇവിടെ 1/2 ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും, സൈൻ ഇവിടുത്തെ എക്സ് ആരാണ്, 3x ആണ്. അപ്പോൾ 3x പ്ലസ് 4 എന്ന് പറയുമ്പോൾ എത്ര വരും, അത് 7x എന്ന് വരും. പ്ലസ് ഇനി എന്താണ് മൈനസ് ചെയ്യുമ്പോൾ സൈൻ ഓഫ് എ മൈനസ് ബി. അപ്പോൾ എന്താ വരും, 3 - 4x എന്ന് പറയുമ്പോൾ എന്താ വരിക, -x എന്നാണ് വരിക. നമുക്ക് ആ -x എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൈൻ -x എന്താണ്, സൈൻ -x എന്ന് പറയുമ്പോൾ എന്തെന്ന് വരും, മൈനസ് ഓഫ് സൈൻ എക്സ് എന്ന് വരും. സോ നമുക്ക് എന്താണ് മൈനസ് പുറത്തെടുത്തിട്ട് ഇപ്പോൾ തന്നെ അങ്ങോട്ട് എഴുതാം. അതെല്ലാം അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതിയിട്ട് ആ എക്സ് മൈനസിനെ പുറത്തെടുത്തിട്ട് വേറെ സ്റ്റെപ്പ് എഴുതിക്കോ. അപ്പോൾ ഇവിടെ എന്താണ്, ഞാനിത് ക്യാൻസൽ ചെയ്തിട്ട് ജസ്റ്റ് പുറത്തേക്ക് മൈനസ് എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ ഇനി എന്താണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഇൻറ്റഗ്രൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, ഇനിയിപ്പോൾ സൈനിൻ്റെ ഇൻറ്റഗ്രൽ എന്തിട്ട്, അത് മൈനസ് കോസ് എക്സ് ബൈ എ. അപ്പോൾ സൈനിൻ്റെ ഇൻറ്റഗ്രൽ എന്തിട്ടാ മൈനസ് കോസ് എക്സ്. പിന്നെന്താണ് ഇവിടെ സൈൻ എക്സ് എന്നാണ് കിടക്കുന്നത്. സോ കോസ് എ എക്സ് ബൈ എ. ദെൻ മൈനസ് ഓഫ് ഇനി ഇവിടെയും സൈൻ എക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ സൈൻ ഇൻറ്റഗ്രൽ വരുമ്പോൾ മൈനസ് എന്ന് വരും. അപ്പോൾ ആ മൈനസ് ഇവിടെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എന്ത് വരും, കോസ് എക്സ് എന്ന് വന്നു. ഇനി എന്താണ്, ഒരു 1/2 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഈ 7 × 2 ചെയ്യുമ്പോൾ 14 എന്ന് വരും. ഇവിടെ 1/2 എന്ന് വരും. അപ്പോൾ എന്താണ്, മൈനസ് കോസ് 7x/14 പ്ലസ് കോസ് x/2. അടുത്ത ക്വസ്റ്റ്യൻ പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് എന്താണ്, കോസ് 2x കോസ് 4x കോസ് 6x. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവും. നമ്മളുടെ ആ ചാപ്റ്ററിൽ നമ്മളെ തേർഡ് ചാപ്റ്ററിൽ ഇതുപോലത്തെ ഫങ്ഷൻസ് തന്നിട്ടുണ്ടാവും. കുറേ ചെയ്യാൻ വരാറുണ്ട്. ഇങ്ങനെ ഇപ്പോൾ കോസ് 2x ഉണ്ടാവും, കോസ് 4x ഉണ്ടാവും, പിന്നെ കോസ് 6x ഉണ്ടാവും. അതുപോലെ തന്നെ സൈനിൻ്റെ വരാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പരിചയമുള്ളതാവും. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ മാത്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരിക എന്നല്ല, കുറേ കാര്യങ്ങൾ നമ്മളെവിടെ പോയാലും വീണ്ടും വീണ്ടും അവിടെ ഉണ്ടാവും. അപ്പോൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പമാവും, അല്ലാന്നുണ്ടെങ്കിൽ അന്തമുട്ട് കൊണ്ടുവരും. അപ്പോൾ നമുക്കെന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും നമ്മൾ എന്താ ചെയ്യാറ് സാധാരണ. ഇങ്ങനെ 3 പേര് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 6 4 കൊടുക്കുക, അല്ലെങ്കിൽ 6 2 കൊടുക്കുക, അല്ലെങ്കിൽ 2 4 കൊടുക്കുക ഒരുമിച്ച്. ആദ്യം നമ്മൾ സാധാരണ എന്താ ചെയ്യുക, അങ്ങനെ
ഈ 2ഉം 4ആണ് എടുക്കാറ്. എന്നുവെച്ചാൽ ഇവരുടെ സമ്മാണ് ഈ കിടക്കുന്ന ഈ 6 എന്ന് പറയുന്നത്. അതല്ല ഇനിയിപ്പോൾ തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നുവെച്ചാൽ ഇവരുടെ ഡിഫറൻസ് ആണ് ഈ കിടക്കുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഇനി ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഇതിവിടെ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ എന്താണ് സ്ക്വയർ ടേം ആയിട്ട് വരും. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവർ രണ്ടുപേരേനെ എടുക്കാം. ഇവരെ രണ്ടുപേരും ഇതിപ്പോൾ എന്താണ് കോസ് എക്സ് ഇൻറ്റു കോസ് വൈ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം അതിനെ 1/2 ഇൻറ്റു എന്താ വരിക കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ 6x എന്ന് വരും പ്ലസ് കോസ് ഇനി എക്സ് മൈനസ് വൈ. അപ്പോൾ എന്താ വരിക 2x മൈനസ് 4x ചെയ്യുമ്പോൾ -2x വരും. പക്ഷേ കോസ് മൈനസ് കോസ് എക്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്താ നമുക്ക് കോസ് 2x എന്ന് എഴുതിയാൽ മതി ഇൻറ്റു 1/2 നമുക്ക് പുറത്തേക്ക് എഴുതാം കോസ് 6x. ഇപ്പം എന്തായി കോസ് സ്ക്വയർ 6x പ്ലസ് കോസ് 2x ഇൻറ്റു കോസ് 6x എന്ന് വന്നിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക നേരെ ഇവിടെ എഴുതുക. എന്നിട്ട് എന്താണ് നമുക്ക് ഇൻ്റഗ്രലിനെ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യാം. എന്താണെന്ന് ഇവിടെ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പം എന്തായി കോസ് 2x ഇൻറ്റു കോസ് 6x dx. ഇവിടെ കോസ് സ്ക്വയർ 6x കോസ് സ്ക്വയറിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തെന്നാണ് 1 പ്ലസ് കോസ് 2x ഡിവൈഡ് ബൈ 2 ആണ് അല്ലേ. അപ്പോൾ അതിനങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ ഇവിടെ എന്താ വരിക 1 പ്ലസ് കോസ് 12x ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ അകത്തൊരു കാര്യം ശ്രദ്ധിക്കാണ്ട് ഇവിടെ ഈ ഒരു 1/2 ഉണ്ടല്ലോ അത് ഇവർക്കും ഉണ്ട് അതുപോലെ ഇവർക്കും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1/2 അങ്ങോട്ട് എഴുതി പോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ വിട്ടുപോകും. ഇനി എന്താണ് അഗെയിൻ ഇവരേനെ നമ്മൾ എന്ത് ചെയ്യണം കോസ് 2x ഇൻറ്റു കോസ് 6x അതായത് നമുക്ക് നേരത്തെ വന്ന പോലെ കോസ് എക്സ് ഇൻറ്റു കോസ് വൈ എന്ന് ഉള്ള പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു 1/2 ഇട്ട് കൊടുക്കുക. ഇനി കോസ് ഇവിടെ ഇപ്പോൾ എന്താ വരിക കോസ് 8x പ്ലസ് ഇനി എന്താണ് കോസ് ആയതുകൊണ്ട് മൈനസ് വരാത്തതാണ് കോസ് 2 - 6 എന്ത് വരും 4x എന്ന് വരും. അപ്പോൾ കോസ് 4x എന്ന് വന്നിട്ടുണ്ട്. ദെൻ അപ്പോൾ എന്താണ് സ്ഥലം ഇല്ലഞ്ഞ് എന്ത് ചെയ്യണം നമ്മളതൊക്കെ മായ്ച്ച് വെക്കണം. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ 1/2 എന്നുണ്ട്. അതിന് നമുക്ക് എന്താണ് 1/4 ആയിട്ട് പുറത്തെഴുതാം. ദെൻ ഇൻറ്റഗ്രൽ എന്താ 1 dx പ്ലസ് ഇൻറ്റഗ്രൽ കോസ് 12x പ്ലസ് ഇവിടെ ഇപ്പം എന്താണ് 1/4 പുറത്ത് കോമൺ ആയിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് ഇതൊരു ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഇനി എന്താണ് കോസ് 8x ഉണ്ട്. അപ്പോൾ കോസ് 8x അപ്പോൾ ഇൻറ്റഗ്രൽ കോസ് 8x പ്ലസ് എന്തെന്നാണ് ഇൻറ്റഗ്രൽ കോസ് അവിടെ ആരായിരുന്നു കോസ് 4x 2 - 6 4x. ഓക്കെ അപ്പോൾ ഇത്രയും വന്നിട്ടുണ്ട്. സോ ഇനി എന്താണ് ഇനി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 1 dx എന്ന് പറഞ്ഞാൽ x എന്ന് വരും പ്ലസ് കോസ് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 12 എന്ന് ആരാണ് സൈനാണ് വരിക സൈൻ 12x ഡിവൈഡ് ബൈ 12 പ്ലസ് കോസ് 8x അല്ല സൈൻ 8x ഡിവൈഡ് ബൈ 8. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിതൊക്കെ പഠിക്കും എന്ത് സൈനിൻ്റെ ഇൻ്റഗ്രൽ കോസ് ആണെന്നും അല്ല കോസല്ല മൈനസ് കോസ് ആണെന്നും അതുപോലെ കോസിൻ്റെ ഇൻ്റഗ്രൽ സൈനാണെന്നും എല്ലാം പഠിക്കും. പരീക്ഷയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യും അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അവിടെ അങ്ങോട്ട് എഴുതി വെക്കും എന്തെന്ന് കോസിൻ്റെ ഇൻ്റഗ്രൽ കോസാണ് സൈനിൻ്റെ ഇൻ്റഗ്രൽ സൈനാണ്. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത്. ഇപ്പം ഞാൻ തന്നെ ചിലപ്പോൾ അതുപോലെ എഴുതി വെക്കുകയെ. അപ്പോൾ ഇവിടെ വീണ്ടും കണ്ടില്ല കോസ് 4x നോക്കിയിട്ട് ഇങ്ങോട്ട് എഴുതി വെക്കുകയാണ്. എന്താ ചെയ്യുക. അപ്പോൾ സൈൻ പ്ലസ് സൈൻ 4x ഡിവൈഡഡ് ബൈ 4 ഇനി എന്താണ് ഹോൾ ഡിവൈഡഡ് ബൈ ആരുണ്ട് ഒരു 4 കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തെന്നാ വരിക x/4 ഇൻറ്റു സൈൻ 12x ഡിവൈഡ് ബൈ 48 പ്ലസ് സൈൻ 8x ഡിവൈഡ് ബൈ 32 പ്ലസ് സൈൻ 4x ഡിവൈഡ് ബൈ 16. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. വേണമെന്നുണ്ടെങ്കിൽ ആ 1/4 അകത്തെടുത്ത് എഴുതാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് സൈൻ ക്യൂബ് 2x + 1 ആണ്. അപ്പോൾ സൈൻ ക്യൂബ് x ആണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞാൻ ഒരു കഴിഞ്ഞ നമ്മുടെ ഈ ഒരു എക്സസൈസിൻ്റെ തൊട്ട് മുൻപത്തെ ഒരു പേജിൽ എന്താണ്
ഒരു റീകോൾ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം അതറിയാത്തവർ അതുകൂടി പഠിക്കുക. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ ആരാണ്? 2x+1 ആണ്, സൈൻ ക്യൂബാണ്. അപ്പോൾ എന്ത് വരിക നോക്കാം. അപ്പോൾ സൈൻ ക്യൂബ് 2x+1 ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്? ഇൻറ്റഗ്രൻറ്റ്. അപ്പോൾ സൈൻ ക്യൂബിന് എന്താ വരിക ഇതിൽ, അല്ലെങ്കിൽ സൈൻ ക്യൂബ് എക്സിൻ്റെ ഐഡൻറ്റിറ്റി എന്താ വരുന്നത്? ഒരു 1/4 ഉണ്ട്, അത് പുറത്തെഴുതാം. എന്നിട്ട് 3 sin x - 4 sin 3x. അപ്പോൾ എന്താണ് 1/4 നമ്മൾ പുറത്തെഴുതി. അതുപോലെ തന്നെ എന്താണ് ഇൻറ്റഗ്രലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? 1/4 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് 3. ആ 3യും കൂടി പുറത്തെടുക്കണോ? പുറത്തെഴുതാം. 3 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സൈൻ 2x+1 മൈനസ് ഓഫ് ഇൻറ്റഗ്രൽ സൈൻ 3 ഇൻറ്റു 2x+1. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6x+3 എന്ന് എഴുതാം. സോ ഇതാണ് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. സോ 1/4 ഇൻറ്റു 3. ഇനി സൈനിൻ്റെ ഇൻറ്റഗ്രലാണ് മൈനസ് കോസ് 2x+1/2 ദെൻ മൈനസ് സൈനിൻ്റെ ഇൻറ്റഗ്രൽ അഗെയിൻ ആരാണ്? മൈനസ് കോസ്. സോ ഞാനതിനെ പ്ലസ് ആക്കി ഇവിടെ ഹോൾ ബ്രാക്കറ്റ് ഇടണം, അല്ലെങ്കിൽ 1/4 മറക്കും നമ്മൾ. സൈൻ 6x+3 എന്ത് വരും? കോസ് 6x+3 ഡിവൈഡഡ് ബൈ 6. ഇനി ഒന്ന് വൃത്തിക്കെടുത്ത് എഴുതാം. അപ്പോൾ ഇവിടെ എന്താണ്? 3/4 ഇൻറ്റു മൈനസ് കോസ് 2x+1 2 ഉണ്ട്, അപ്പോൾ ബൈ 8 ആക്കിയിട്ട് എഴുതുക. പ്ലസ് ഇനിയിപ്പോൾ ആ 4 ഇങ്ങോട്ട് വന്നാൽ ആരായി? കോസ് 6x+3 ഡിവൈഡ് ബൈ ഇവിടെ എത്ര വരിക? 24 എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ. പ്ലസ് സി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്വസ്റ്റ്യനിൽ സി എഴുതാൻ മറന്നിട്ടുണ്ടോ എന്നൊരു സംശയം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടില്ല, ഉറപ്പാണ്. അതിൻ്റെ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ എഴുതിയൊന്നും സംശയമുണ്ട്. അപ്പോൾ സി മറക്കാണ്ട് എഴുതാൻ ശ്രമിക്കുക, മറക്കരുതൊന്നും. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ വരണത്, അപ്പോൾ എന്താണ് ഇത്? ഈ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ആൻസർ അല്ല കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് എത്തിക്കണം. അതല്ലെങ്കിൽ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് തന്നിട്ടുള്ള ആളുകൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തണം ആൻസർ ചെയ്തിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ ഇതിനകത്ത് ഈ കിടക്കുന്ന എന്താണ്? ഇതിപ്പോൾ 3 cos x എന്ന് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്താണ്? ഇതിനകം ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതുക. എന്താ? 1/24 ഇവിടെ എഴുതിയിട്ട് കോസ് 3 ഇൻറ്റു 2x+1 എന്ന് എഴുതാം നമുക്കിതിനെ. അത് ഞാൻ നേരത്തെ ചെയ്യുമ്പോൾ ആ 3 ഇൻറ്റു അകത്തെടുത്ത് എഴുതിയതാണെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെയാണ് വരിക. ഇത് കോസ് 3 ഇൻറ്റു 2x+1 എന്ന് തന്നെയാണ് വരിക. അപ്പോൾ കോസ് 3x എന്ന് പറയുമ്പോൾ അതിനൊരു ഐഡൻറ്റിറ്റി കിടക്കുന്നുണ്ട് എവിടെ? നമ്മുടെ +1 3rd ചാപ്റ്ററിൽ. അപ്പോൾ അത് അവിടെ കിടന്നാൽ പോരാ, നമ്മുടെ മനസ്സിലുണ്ടാവണം എപ്പോഴും. അപ്പോൾ എന്താണ്? ഇതിനെ ഈ കോസ് 3 ഇൻറ്റു അല്ലെങ്കിൽ കോസ് 3x എന്നുള്ളതിന് എന്താണ്? 4 cos cube x മൈനസ് 3 cos x അങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എന്താണ്? ഇവിടെ 1/24 ഇൻറ്റു എന്തെന്നാണ്? 4 ഇൻറ്റു കോസ് ക്യൂബ് 2x+1 മൈനസ് ഇനി ആരാണ്? 3 ഇൻറ്റു കോസ് എക്സ് ആണ്. അപ്പോൾ 2x+1. ഇനി 1/24 അകത്തെടുക്കുമ്പോൾ എന്ത് വരും നോക്കാം നമുക്ക്. ഇപ്പോൾ ഇവിടെ 3 കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഈ 3 മാച്ച് കളഞ്ഞിട്ട് 1/8 എഴുതാം. സ്ഥലമില്ല, അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെന്നാണ്. അതുപോലെ ഇവിടെ ഉണ്ട് 1/6 എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്തായി? എന്തെന്നാണ്? -3/8 ഇൻറ്റു കോസ് 2x+1 പ്ലസ് കോസ് ക്യൂബ് അതായത് 1/6 ഇൻറ്റു കോസ് ക്യൂബ് 2x+1 മൈനസ് 1/8 ഇൻറ്റു കോസ് 2x+1 എന്നായി. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മൈനസ് കോസ് 2x+1 എടുക്കുന്നുണ്ട് /8.
ദെൻ കോസ് 2x പ്ലസ് ഇവിടെ -3 ഇൻറ്റു കോസ് 2x പ്ലസ് 1/8 എന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്താണ് അതിനെ രണ്ടിനെയും കൂടി നമുക്കൊന്ന് ഒന്നിച്ചെഴുതാം. അപ്പോൾ ഞാൻ ആ മൈനസ് കോമൺ ആയിട്ട് പുറത്ത് എഴുതിയിട്ട് എന്തെന്നാണ് മൈനസ് ഓഫ് 3 cos 2x പ്ലസ് 1 പ്ലസ് എന്തെന്നാണ് കോസ് 2x പ്ലസ് 1 എന്ന് എഴുതി /8. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 8 കോമൺ ആണ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇവിടെ 3 cos 2x കിടക്കുന്നുണ്ട്, ഇവിടെ cos 2x പ്ലസ് 1. അപ്പോൾ എന്താണ് അതിനെ മൊത്തത്തിൽ നമുക്ക് എന്തെന്ന് എഴുതാം? 4 എന്ന് എഴുതാം. അപ്പോൾ എന്താണ് 4/8? അതെന്തായി? 1/2 ആയി. അപ്പോൾ -1/2 ഇൻറ്റു കോസ് 2x പ്ലസ് 1 എന്ന് വന്നിട്ടുണ്ട്. ദെൻ ഇനി ആരാണുള്ളത്? നമ്മുടെ ഈ ഒരു ടേം. അപ്പോൾ എന്ത് വരിക? കോസ് ക്യൂബ് 2x പ്ലസ് 1 ഡിവൈഡ് ബൈ 6. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ കിടക്കുന്ന ആൻസർ ഇതാണ്. എന്ത്? -1/2 ഇൻറ്റു കോസ് 2x പ്ലസ് 2x പ്ലസ് 1 പ്ലസ് 1/x ഇൻറ്റു കോസ് ക്യൂബ് 2x പ്ലസ് 1 പ്ലസ് എന്തെന്നാണ് ഒരു സിയും കൂടി ഉണ്ട്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് നമ്മൾ ഈ ഒരു തേർഡ് ചാപ്റ്ററിലുള്ള മൊത്തം ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ പ്ലസ് 1 പഠിച്ച മൊത്തം ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ചിട്ട് വേണം എന്ത് ഇൻറ്റഗ്രേഷൻ ചെയ്യാനും, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് വെച്ചിട്ട് ഇൻറ്റഗ്രേഷൻ ചെയ്യാനും. ഇനിയിപ്പോൾ ഇൻറ്റഗ്രേഷൻ ചെയ്തൊരു ആൻസർ കിട്ടിയാലും നമ്മളെന്താണ് അതിനെ ചേഞ്ച് ചെയ്ത് എഴുതാനും നമുക്ക് പറ്റണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പോൾ എത്രണ്ണം ചെയ്ത് നമ്മൾ 4 നല്ല ചെയ്ത് ആ സൈൻ ക്യൂബിൻ്റെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് ക്യൂബ് എക്സ്. കളറൊന്ന് മാറ്റാം, നമുക്ക് ചുവപ്പെടുക്കാം. അപ്പോൾ സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് ക്യൂബ് എക്സ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ തന്നെ ഒരു പറഞ്ഞിട്ടുണ്ട് എന്ത് സൈൻ ക്യൂബ് എക്സ് കണ്ടാൽ അതിനെ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് അതിനെ നേരെ ചേഞ്ച് ചെയ്ത് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസ് ക്യൂബ് എക്സ് എന്ന് എഴുതാം. ഇനി എന്താ നമ്മൾ ചെയ്യുക? അപ്പോൾ നമുക്ക് ഇവിടെ ഐഡൻറ്റിറ്റീസ് മാത്രം ഉപയോഗിച്ചിട്ട് എല്ലാ ചോദ്യങ്ങളും ചെയ്തോ അവസാനിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ടെക്സ്റ്റിൽ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ പറഞ്ഞു എന്താണ് ഇതിപ്പോൾ ഇൻറ്റഗ്രേഷൻ യൂസിങ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ്. ഇതൊരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എന്താണ് എഗെയിൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട്. അതായത് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് അല്ല. ഇനി എന്താണ്? ഇനി നമ്മൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡും കൂടി ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യണം. പറയണ മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഒരേപോലെ അല്ലെങ്കിൽ ഒറ്റ മെത്തേഡിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ എക്സാമിനാണ് നമ്മളിതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ ചിലപ്പോൾ 4 പ്രോബ്ലം ക്ലാസ്സിൽ ചെയ്യുന്നുണ്ടാവുള്ളൂ. നമ്മളത് നോക്കിയിരിക്കും. അത് കഴിഞ്ഞിട്ട് എക്സാമിന് പോകുമ്പോൾ പണി കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിപ്പോൾ എക്സാമിൻ്റെ ആയിട്ട്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ പഠിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ ഇവരിപ്പോൾ ഈ എന്താ പറയുക ഇതിനെ തന്നിട്ടുള്ള എന്തുട്ടാ ഇതൊക്കെ ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നോട്ട് ഡിഫൈൻഡ്, ലിമിറ്റ് ഡിഫൈൻ ചെയ്തിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, വിത്തിൻ എവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ജസ്റ്റ് ഇൻറ്റഗ്രൽ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻറ്റഗ്രൽ സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും? മൈനസ് ഓഫ് കോസ് എക്സ് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ സൈൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷനെ നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും? നെഗറ്റീവ് ഓഫ് കോസ് എക്സ്. ഈ കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫങ്ഷനാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ y ഈസ് ഈക്വൽ ടു കോസ് എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ് ഓഫ് എക്സ്. അത് നിങ്ങൾക്ക് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇത് y ഈസ് ഈക്വൽ ടു കോസ് എക്സ് അല്ലെങ്കിൽ സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സിന് വാല്യൂസ് കൊടുക്കണം. അതുപോലെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആരാണ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുക വെറുതെ.
ഗ്രാഫ് വരച്ച് നോക്കുക. എന്ത് y = sin x എന്ന് എഴുതിയിട്ട് sin xനെ എഴുതി നോക്കുക. അതുപോലെ തന്നെ എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ആ sin xനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും. അപ്പോൾ sin xനെ ചെയ്യുമ്പോൾ yനെയും കൂടി നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് നോക്കുക. അല്ലെങ്കിൽ വെറുതെ sin xൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് എന്താണ് മൈനസ് കോസ് എക്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് റിസൾട്ട് എന്താണ് കിട്ടുന്നതെന്ന് ജസ്റ്റ് നോക്കുക. പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസും പഠിക്കാനുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ എന്താണ് നമ്മൾ കോസ് എക്സ് = ഒരു ടീന്ന് കൊടുക്കുക, ഏതെങ്കിലും ലെറ്റർ കൊടുക്കുക. എന്നിട്ട് എന്താണ് ഇനി കോസിൻ്റെ ഡെറിവേറ്റീവ് വരാം, അത് മൈനസ് സൈൻ എക്സ്. അപ്പോൾ മൈനസ് സൈൻ എക്സ് dx = dt. ഇതിലിപ്പോൾ അപ്പോൾ നമുക്ക് എന്തെന്നാണ് ഇപ്പോൾ ഈ കോസ് എക്സിനെ ഇവിടെ ക്യൂബല്ലേ കിടക്കണം. അപ്പോൾ നമുക്കതിനെ t³ എന്ന് എഴുതാം. പിന്നെ എന്താണ് ഇപ്പോൾ സൈൻ എക്സിനെ നമുക്ക് എന്താ സൈൻ എക്സ് dx കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു dx ഉണ്ട്. അപ്പോൾ ഈ സൈൻ എക്സ് dxന് എന്തെന്ന് എഴുതാം, മൈനസ് ഞാൻ പുറത്തെടുത്തു, dt എന്ന് എഴുതി. ഇനി ഇവിടെ ഒരാളും കൂടി കിടക്കുന്നുണ്ട്, ഒരു സൈൻ സ്ക്വയർ എക്സ് കിടക്കുന്നുണ്ട്. സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1 - cos square x എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 - cos square x എന്ന് എഴുതുമ്പോൾ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെയും അപ്ലൈ ചെയ്യാം. അപ്പം എന്തെന്നാ വരിക, t³ ഇൻറ്റു എന്തെന്നാ 1 - t സ്ക്വയർ ഇൻറ്റു dt. ഇനി ഈ t³ നമുക്ക് അകത്തെടുക്കാം എന്നല്ല, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തെന്ന് കിട്ടും, t³ - t⁵ dt. ദാറ്റ് ഈസ് t⁴/4 മൈനസ് t⁶/6 എന്ന് വരും. ഇപ്പോൾ ഇവിടെ മൈനസ് ഇട്ട് ഇവിടെ പ്ലസ് ഇട്ട്. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ട്, cos ⁴ x / 6 മൈനസ് cos ⁴ x / 4 പ്ലസ് c. അപ്പോൾ ഈ ചോദ്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇനി അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ, sin x, sin 2x, sin 3x. നിങ്ങളതിന് മേലക്കൊന്ന് നോക്കിയേ, മേലെ ആരൊക്കെ എടുക്കണമെന്ന്. അപ്പോൾ ഇതേപോലെ തന്നെ അവിടെ ആരാണ്, കോസാണ്. ഫംഗ്ഷൻ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ മൾട്ടിപ്പിളാണ്. sin x ആണെങ്കിൽ cos 2x ആണ്, sin 2x ആണെങ്കിൽ cos 4x ആണ്, sin 3x ആണെങ്കിൽ cos 6x ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കോസിൻ്റെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് സൈനിൻ്റെ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എന്ത് ഈ കോസ് ചെയ്തതല്ലേ, ഇനിയിപ്പോൾ സൈൻ തന്നിട്ടുണ്ട്, അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, കോസ് ചെയ്തില്ലേ നമ്മൾ, ഇനി നമുക്ക് സൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയായാലും ആര് വന്നാലും ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, sin x ഇൻറ്റു sin y അതുപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരിക, cos x - y മൈനസ് cos x + y അങ്ങനെയാണ് വരുന്നത്. ഇൻറ്റു 1/2. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കോസ് ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇവിടെ എന്താ വരിക, കോസ് എക്സ് എന്ന് വരും. കാരണം ഇപ്പോൾ x - 2x ചെയ്ത് കഴിഞ്ഞാൽ -x വരിക, അത് എന്താണ് കോസ് എക്സ് ആയി. പിന്നെ മൈനസ് ഓഫ് കോസ് x + y എന്ന് പറയുമ്പോൾ കോസ് x + 2x ദാറ്റ് ഈസ് cos 3x. അപ്പോൾ എന്താ വരിക, ആകെ 1/2 ഇൻറ്റു cos x മൈനസ് cos 3x എന്ന് വന്നിട്ടുണ്ട്. ഇൻറ്റു ഒരു sin 3x കൂടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമുക്ക് ചെയ്തപ്പം തൊട്ട് നമുക്ക് കിട്ടിയത്, നേരത്തെ ആരേനായിരുന്നു ചെയ്തത്, നമ്മൾ കോസിനായിരുന്നു ചെയ്തത്. അപ്പോൾ നമുക്ക് വന്നത് ഒരാൾക്ക് സ്ക്വയർ ടേമായി വന്നിട്ട് ഒരാൾ അങ്ങനെയല്ല കിട്ടിയത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും സ്ക്വയർ ടേം അല്ല, രണ്ടാളിനെയും നമ്മൾ ഒന്നും കൂടി ചെയ്യണം. അപ്പോൾ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ആ ചാപ്റ്ററിൽ ഒരു 4 ഫോർമുല ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് നന്നായിട്ട് ചെയ്യാൻ പഠിക്കുക. കോസ് എക്സ് ഇൻറ്റു കോസല്ല സൈനല്ല sin 3x മൈനസ് പുറത്ത് എഴുതുകയാണ് കേട്ടോ.
അതുപോലെ ഈ 1/2 നമുക്ക് എന്താണ് പുറത്തെഴുതാം. അപ്പോൾ ഞാനിതൊരു ഹോൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. ഇവിടെ പറയാം cos 3x ഇൻറ്റു sin 3x. ഇവിടെ ഇപ്പോൾ അതെന്താണ് sin x ഇൻറ്റു cos x എന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഒരു 2 കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? sin ആയിരുന്നു എഴുതാം, sin 2x എന്ന് എഴുതാം. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ എന്താ, ഇവിടെ ഒരു 1/2 ഇട്ട് കൊടുത്തു, ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ എന്താണ് cos 3x ഇൻറ്റു sin 3x. അപ്പോൾ എന്ത് ചെയ്യുക അതിനെ? 2 sin x ഇൻറ്റു cos x ആവുമ്പോൾ അതിനെന്തെന്ന് എഴുതാം? sin 2x. 2xന് പകരം എന്തെന്ന് എഴുതുക? 6x ബൈ 2 എന്ന് എഴുതുക. ഇനി ഇവിടെ ആരായിരുന്നു മുമ്പിൽ? മൈനസ് അല്ലായിരുന്നു, മൈനസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ദെൻ ഇവരേനെ ഇനി എന്ത് ചെയ്യണം? cos x ഇൻറ്റു sin xനെ അഗെയിൻ ഒരു 1/2 കൂടി വരും. അപ്പോൾ cos x ഇൻറ്റു sin x എന്ന് പറയുമ്പോൾ sin x പ്ലസ് 5. അപ്പോൾ ഇവിടെ ആരാ വരിക? sin 4x മൈനസ് ഓഫ് sin എന്തിട്ടാണ് x മൈനസ് 3 എന്ന് പറയുമ്പോൾ -2 വരും. അപ്പോൾ ഇവിടെ എന്താണ്? പ്ലസ് ആക്കിയിട്ട് sin 2x എന്ന് എഴുതി. അപ്പോൾ ഇവിടെ 1/2 ഉള്ളത് എന്താണ്? അതിനൊന്നും കൂടി പുറത്തെഴുതി 1/4 എന്ന് എഴുതി. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 1/2 എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. കുഴപ്പമില്ല, 1/4 ആയി രണ്ടും കൊടുത്തു. ശ്രദ്ധിച്ച് പോയാൽ മതി അങ്ങനെ. അപ്പോൾ എന്താണ്? അപ്പോൾ 1/4 കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ട്. ഞാൻ ആ 1/4നെ പുറത്ത് അങ്ങോട്ട് എഴുതുക. എന്നിട്ട് എന്താണ്? ഇവിടെ sin 4x. sin 4xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് cos 4x/4. cos 4x/4 മൈനസ് sin 2x/2. ദെൻ ഇവിടെ മൈനസ് ആണ്, സൈന് ചെയ്യുമ്പോൾ പ്ലസ് കോസ് തെറ്റിച്ചു. ഇത് ഇവിടെ sin 2x എന്ന് എഴുതിയത് കണ്ട? അതാണ് cos 2x/2 പിന്നെ cos 6x/6. ഇതാണ് നമ്മുടെ എന്ത് ആൻസറായിട്ട് വരുന്നത്. എന്താ? പുറത്തൊരു പ്ലസ് സി കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ സി എഴുതാൻ മറന്നിട്ട് തോന്നുന്നു. എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് sin 4x ഇൻറ്റു sin 8x. ഇൻ്റഗ്രൽ sin 4x ഇൻറ്റു sin 8x dx. അപ്പോൾ ഇതെന്താണ്? sin x ഇൻറ്റു sin x എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക? ഇവിടെ ഒരു 2 വേണമായിരുന്നു, അപ്പോൾ 1/2 ഇടുക. ഒപ്പം എന്താണ്? ഒരു മൈനസിൻ്റെ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ cos x പ്ലസ് y ഇവിടെ പാര വരിക 12x മൈനസ് ഓഫ്. അപ്പോൾ എന്താ ചെയ്യുക? ഈ മൈനസ് ഇവിടെ കിടന്നോട്ടെ എന്ന് വേണ്ട, ബ്രാക്കറ്റ് ഇടാം നമുക്ക്. അപ്പോൾ cos ഇനി എന്തിട്ടാണ്? 4 - 8. അപ്പോൾ എന്താ? ഒരു 4x. കോസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടുക? കോസ് ആയതുകൊണ്ട് ആരാ വരിക? sin 12x/12 മൈനസ് sin 4x/4 എന്ന് വരും. 1/2 പുറത്തുണ്ട്, മൈനസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്തിട്ടാണ്? sin 4x/4 1/2 നമുക്ക് വേണമെങ്കിൽ പുറത്തെഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം മൈനസ് sin 12x/24 പ്ലസ് sin 4x/8. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1 - cos x ഡിവൈഡഡ് ബൈ 1 + cos x. 1 - cos x/1 + cos x dx. ഇവിടെ എന്താണ്? നമുക്ക് ഡോമറേറ്ററിൽ 1 - cos x കിടക്കുന്നുണ്ട്, ഡിനോമിനേറ്ററിൽ 1 - cos 1 + cos x കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? അപ്പോൾ നമുക്ക് cos 2xൻ്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി വരുന്നത് എന്താണ്? 2 cos square x - 1 വരുന്നുണ്ട്. അതുപോലെ തന്നെ 1 - 2 sin square x എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇവിടെ ഇപ്പോൾ ഈ -1നെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? 1 + cos 2x എന്ന് കിട്ടും. എന്താണ്? 1 + cos 2x എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക?
ഇവരെ തിരിച്ചെടുക്കുക. ഈ സൈൻ സ്ക്വയർ എക്സ്, അതായത് 2 സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് നമുക്ക് എഴുതാം, 1 മൈനസ് കോസ് 2x എന്ന് എഴുതാം. കോസ് 2x എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ എടുക്കുന്നത് ആരാണ്, 1 മൈനസ് കോസ് എക്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 2 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ഇവിടെ ഇതുപോലെ തന്നെ 1 പ്ലസ് കോസിന് എന്താ 2 കോസ് സ്ക്വയർ എക്സ് അല്ലേ വേണ്ടത്, അതിന് പകരം എന്തെന്നാണ് മീൻസ് 1 പ്ലസ് കോസ് 2x ആണ് നമുക്ക് ആവശ്യം. ഇവിടെ കോസ് എക്സ് ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താണെന്ന് 2 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതാം. ഇനി അതിൽ നിന്ന് എന്താണ്, ഇപ്പോൾ ഈ 2 കോമൺ ആണ്, അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇൻറ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ 2. അപ്പോൾ അതിനെ നമുക്ക് എന്താണ് ഇൻറ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതാം. ഇപ്പോൾ ടാൻ സ്ക്വയർ എക്സ് ബൈ 2 കിട്ടി നമുക്ക്. ഇനി എന്താ ചെയ്യുക, അതിനെ നമുക്ക് എന്താണ് ടാൻ സ്ക്വയർ എന്തൊട്ടാണ് 1 മൈനസ് അതിനെ 6 സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് 1 എന്ന് എഴുതാം. ഇനി എന്താണ് സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ്. അപ്പോൾ 6 സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ എന്താ വരിക, അത് എന്തെന്നാണ് ടാൻ എക്സ് എന്നാണ് വരിക. അപ്പോൾ ടാൻ എക്സ് ബൈ 2 എന്ന് എഴുതുക, മൈനസ് ഇവിടെ എന്താണ് 1ൻ്റെ ഇൻറ്റഗ്രൽ എന്താ വരിക, എക്സ് വരും. അപ്പോൾ എന്താണ് ടാൻ എക്സ് ബൈ 2 മൈനസ് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പ്ലസ് സി എന്നും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിനകത്തൊരു 1/2 കൂടി എഴുതാൻ മറന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ 6 സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് 1/2 ഇൻറ്റു എക്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിനെ 1/2 നമ്മൾ ഇവിടെ എഴുതണം. ആ 1/2 എന്താവും 2. അപ്പോൾ 2 ടാൻ എക്സ് ബൈ 2 മൈനസ് എക്സ് പ്ലസ് സി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റഗ്രൽ. അപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ നമുക്ക് എന്താണ് ഇപ്പോൾ കോസ് എക്സ് കിടക്കുന്നുണ്ട്, ഡിനോമിനേറ്ററിൽ 1 പ്ലസ് കോസ് എക്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് 1 പ്ലസ് കോസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മളൊരു 1 ആഡ് ചെയ്തപ്പോൾ ഒരു 1 മൈനസ് ചെയ്യുക, ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എക്സ്, ഇവിടെ 1 പ്ലസ് കോസ് എക്സ് എന്ന് എഴുതുക. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്താണെന്ന് കിട്ടും, ഇൻറ്റഗ്രൽ 1 dx കിട്ടും. ഇൻറ്റഗ്രൽ dx എഴുതാം. അവിടെ മൈനസ് ഓഫ് 1/1 പ്ലസ് കോസ് എക്സ്. നമ്മൾ നേരത്തെ 1 പ്ലസ് കോസ് എക്സിന് ആരിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായിരുന്നു, കോസ് 2x ഈസ് ഈക്വൽ ടു എന്തെന്നായിരുന്നു, എന്തൊട്ടാണ് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. അപ്പോൾ എന്താണ് വരിക, ഇത് തിരിച്ചും കിട്ടും വരും. അപ്പോൾ ആരായി 1 പ്ലസ് കോസ് 2x ഈസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്നായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മൈനസ് നമ്മൾ പുറത്ത് എഴുതി 1/1 പ്ലസ് കോസ്, അതായത് 1 ഡിവൈഡഡ് ബൈ ആരേനെ എഴുതുക, പിന്നെ ഇപ്പം എന്താണ് ഇപ്പോൾ ഈ ഒരു 2 ഉണ്ട്, നമ്മളിവിടെ എഴുതാൻ മറന്നാണ് ഇങ്ങോട്ട് എഴുതും. അപ്പോൾ എന്തൊട്ടാണ് 1/2 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1/2 നമുക്ക് പുറത്തെടുത്തത്. അപ്പോൾ ഞാൻ തൊട്ട് 1 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1 കോസ് ആരാണ് 6, സോ 6 സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതാം. 6 സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതാം. അതായത് 6 സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ 6 സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ ആരാണ്, ടാൻ എക്സ് ബൈ 2 ബൈ 1/2. അപ്പോൾ ഈ 2 എന്താണ് മേലേക്ക് പോകുക. അപ്പോൾ 2 ടാൻ എക്സ് ബൈ 2 എന്ന് വന്നു. ഇതാണ് നമ്മുടെ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്തും കൂടി ഉണ്ട്, ഒരു -1/2 കിടക്കുന്നുണ്ട്, -1/2 കിടക്കുന്നു. അപ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ടാൻ എക്സ് ബൈ 2 എന്ന് വന്നു. എന്തെന്നാണ് മൈനസ് ടാൻ എക്സ് ബൈ 2. ഒപ്പം ഇവിടെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എക്സ് മൈനസ് ടാൻ എക്സ് ബൈ 2 പ്ലസ് സി. അപ്പോൾ എന്താണ് നമ്മളൊരു എത്ര ക്വസ്റ്റ്യൻസ്, 9 ക്വസ്റ്റ്യൻസ് ചെയ്തു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് വേറെ വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനലിൽ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, പല ടൈപ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് കാണാൻ ശ്രമിക്കുക.
പിന്നെ ഇനിയിപ്പോൾ എന്താ CUETയുടെ എക്സാം ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, CUET എന്ന് പറഞ്ഞൊരു എൻട്രൻസ്. അപ്പോൾ വേണമെങ്കിൽ അത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻറ്റഗ്രേറ്റഡ് PG, അതായത് 5 ഇയർ PG കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് കോഴ്സസ് ഉണ്ട്. ഈ രാജ്യത്തുള്ള വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നടക്കുന്ന ഒരു കോമൺ എൻട്രൻസ് ആണ്. അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റിലും ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒപ്പം വെച്ചാൽ ഇപ്പോൾ ഈ CUET PG എന്ന് പറയുന്ന ഒരു എക്സാം എഴുതുമ്പോൾ അതിനകത്ത് 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സസ് ഉണ്ടാവില്ല. അതല്ല, നിങ്ങൾക്ക് CUET എക്സാം വരുന്നുണ്ട് UG. അപ്പോൾ അതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു കോഴ്സ് വരുന്നുണ്ട്, B.Ed പ്ലസ് ഡിഗ്രിയുള്ള കോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് അത് 4 വർഷം ആണ് വരുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഡിഗ്രിയൊക്കെ ഇനി 4 വർഷം ആകുമെന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്, CUETയുടെ എൻട്രൻസ് എക്സാമുകൾ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഈ ചാനലിൽ കുറച്ചൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് കേരളത്തിൽ തന്നെ ഉള്ള 4 യൂണിവേഴ്സിറ്റികൾ എൻട്രൻസ് എക്സാമുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെയും ലിങ്കുകളും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോൻ്റെ എൻഡിൽ ജസ്റ്റ് പറഞ്ഞു പോയതാണ്. ഇപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട്, എക്സാമുകളൊക്കെ വരുന്ന സമയമായതുകൊണ്ട് തന്നെ പറഞ്ഞാണ്. അതല്ലാതെയും വീഡിയോസ് വേറെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അത് കാണുക. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്.